ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ രമ്യ നിഖിൽ. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. എല്ലാവരും ഓണം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? ഡ്രസ്സൊക്കെ എടുത്തോ എല്ലാവരും? എന്താണ് പരിപാടി? അപ്പോൾ നമ്മൾ ഓണം ഷോപ്പിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ രാവിലെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് എല്ലാം ഒന്ന് എന്താ പറയുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ ബാക്കി അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് പോവാണ്. അപ്പോഴത്തേക്ക് യേശു അവിടെ അതെ ഫ്രണ്ടിൽ നിന്ന് എന്തോ പുല്ലൊക്കെ പറിച്ച് എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ നേരെ പോകുന്നത് പോത്തീസിലാണ് നമ്മൾ പോയത്. പോത്തീസിൽ ആക്ച്വലി ആടി സെയിൽ ഉണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഇപ്പം പോവാന്ന് വിചാരിച്ച് പോയി നോക്കിയതാണ്. പക്ഷെ ഓൾമോസ്റ്റ് അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു ഏകദേശമൊക്കെ. ജെൻ സെക്ഷനിലൊന്നും അങ്ങനെ വലിയ ഓഫറൊന്നും എനിക്ക് തോന്നിയില്ല കണ്ടിട്ട്. അപ്പം നമ്മൾ ആദ്യം ജെൻ സെക്ഷനിലേക്കാണ് പോയത്. ഷർട്ട്സ് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അതിലെനിക്ക് കുറച്ച് ഷർട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് നമ്മൾ ഫോർമൽസ് ആയിരുന്നു ഇത് നോക്കിക്കൊണ്ടിരിക്കുക. നല്ല കളറല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കേശുവിനോട് ഇങ്ങനെ ചോദിക്കുവാണ് കൊള്ളാവോ എന്നൊക്കെ പറഞ്ഞിട്ട്. കേശൂട്ടൻ നമ്മൾ കൈ പിടിച്ചുകൊണ്ട് നടക്കണം, അല്ലെങ്കിൽ അവിടെയൊക്കെ ഓടി നടന്ന് മൊത്തം അലമ്പാക്കും. ഒന്നാമത്തെ കാര്യം വലിയൊരു ഫ്ലോർ ആയതാണ്, എവിടെയാ എന്താണെന്നൊന്നും കണ്ട് നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റത്തില്ല ആളെവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് അവസാനം സമാധാനിപ്പിക്കാൻ വേണ്ടി ഫോൺ കയ്യിൽ കൊടുത്തിട്ട് വീഡിയോ എടുത്തോന്നും പറഞ്ഞ് കൊടുത്ത് അങ്ങനെ ഞങ്ങളുടെ കൂടെ നിർത്താനുള്ള ടാക്ടിക്സ് ഒക്കെ പ്രയോഗിച്ച് നിർത്തിയേച്ചാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അവിടെ ചില ഓഫേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട് ജെൻ സെക്ഷനിൽ, പക്ഷെ അതത്ര വലിയൊരു അത്ര ഒരു തോന്നില്ല. പിന്നെ സെലക്ഷൻസും പൊതുവെ ഓഫർ സൈഡിൽ സെലക്ഷൻസ് പൊതുവെ കുറവാണ്. അതായത് ആ ഒരു സൈസ് വൈസ് കാറ്റഗറൈസ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ പോയി നോക്കൂ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമായിരിക്കും. എല്ലാവരുടെയും ടേസ്റ്റ് ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ എനിക്കത്ര ജെൻ സെക്ഷൻ എനിക്ക് വലിയ സാറ്റിസ്ഫൈ ആയില്ല. അപ്പോൾ അതേ ഒരാൾ വിശന്നിട്ട് കണ്ണാണല്ലോ. അപ്പോൾ ഒരാൾ ഇതേ ഫുഡ് കോർട്ടിന് മുമ്പിൽ പോയി നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ പോയി നോക്കി അവിടെ, പക്ഷെ അവിടെ നമുക്ക് ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് കയറാനേ പറ്റിയില്ല. അതായത് സീറ്റിംഗ് ഫുള്ളും ഫില്ലായിരുന്നു, കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചില്ല അങ്ങനെ. അത് കഴിഞ്ഞ് ഇത് അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. നമ്മൾ എസ്കലേറ്റർ വഴി ഇറങ്ങി ഇങ്ങനെ പോവാണ്. ഭയങ്കര ഫുൾ സജ്ജീകരണങ്ങളാട്ടോ. കഴിഞ്ഞൊരു 2 വർഷമായിട്ട് പോത്തീസിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുന്നത്. അപ്പം അതെ നമ്മളിപ്പോൾ കിഡ്സ് സെക്ഷനിലേക്കാണ് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ കിഡ്സ് സെക്ഷൻ എന്ന് പറയുമ്പം ഗേൾസിന് വേണ്ടിയിട്ടുള്ളതാണ് ശരിക്കും കിഡ്സ് സെക്ഷൻ കേട്ടോ. എന്ത് ഭംഗിയാകുക ഈ ഗേൾസിൻ്റെ ഡ്രസ്സ് കാണാൻ തന്നെ, എന്ത് ഭംഗിയാലേ. കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും ഈ ഗേൾസിന്. ഷോർട്ട് മീഡിയം ഉണ്ടാവും, 3/4, പിന്നെ ഡിങ്കരിയോ എന്ത് സാധനം, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. നല്ല വെസ്റ്റേൺ വെയേഴ്സ് ഒക്കെ അടിപൊളിയായിരിക്കും. ചെറിയ കുട്ടികൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല ക്യൂട്ടായിരിക്കും, കാണാൻ നല്ല ക്യൂട്ടായിരിക്കും. അപ്പോൾ ഞാൻ അവിടുത്തെ സെയിൽസ് ലേഡീനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗേൾസിൻ്റെ സെക്ഷൻ ആട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുവാണ് 3/4 പിന്നെ ഫുൾ ജീൻസ്, മിഡി, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ നോക്കിയിട്ടുണ്ടാവും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, ടോപ്പ് നമ്മൾ സെപ്പറേറ്റ് ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ ടോപ്പിൻ്റെ സെക്ഷൻസും അടിപൊളി നല്ല വെറൈറ്റി ടോപ്പുകളുണ്ട്. കുട്ടികളിട്ടാൽ നല്ല ക്യൂട്ടായിരിക്കും. ഷോർട്ട് മിഡി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടല്ലേ. ഈ ഷോർട്ട് മിഡി ആക്ച്വലി ചെറിയ പെൺകുട്ടികൾ മാത്രമല്ല, കുറച്ച് വലിയ ഒരു പെൺകുട്ടികൾ ഇട്ടാലും നല്ല ക്യൂട്ടായിരിക്കും കാണാനായിട്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. കേശൂട്ടനെ വലിച്ചുകൊണ്ട് പോവുകയാണേ. കേശൂട്ടനെ നമുക്കൊരു സ്ഥലത്ത് കിട്ടത്തില്ല. അതേ പോകുന്നുണ്ടോ, കൈയും കാലും ഒരിക്കലും അടങ്ങി വെക്കില്ല കേട്ടോ. ഇങ്ങനെ കൈയും കാലും ആട്ടിയിട്ടേ പോകത്തുള്ളൂ. നമ്മൾ ചെറുപ്പത്തിലെ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ മോനെ ഇതുപോലെ ട്രോളിയിൽ ഇരുത്തി കൊണ്ടുപോകുമ്പോൾ 2 സൈഡിലുള്ള സാധനങ്ങൾ ഇങ്ങനെ ഏന്തി വലിച്ചൊക്കെ താഴേക്ക് ഇടും. അതാണ് കേശു. അപ്പോൾ കേശൂട്ടൻ്റെ ഒരു കുർത്ത നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. കുർത്ത നോക്കി അവസാനം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷൻ അവർ കൊണ്ട് കാണിച്ചു. ഇത് കുറച്ച് ഗ്ലിറ്ററിങ്, കുറച്ച് സീക്വൻസ് ഒക്കെ ഉള്ള പോലത്തെ ഒരു ടൈപ്പായിരുന്നു. അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. കരിനീലയും ബ്ലാക്കൊക്കെ നമ്മൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ കൈ അങ്ങോട്ട് പോകുമല്ലോ. പക്ഷെ ഇത്തവണ നമ്മളൊരു ഡ്രസ് കോഡ് വിചാരിച്ചത് കേശുവിന് ഒരു മെറൂൺ ടൈപ്പ് എടുക്കാമെന്നാണ്. അപ്പം മെറൂൺ ടൈപ്പ് നമുക്ക് ഈ പാറ്റേണിലുള്ള ഒരെണ്ണം നമുക്ക് കിട്ടി. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. മോനിട്ടിട്ടും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം നമ്മൾ ഫിക്സ് ചെയ്തു. മോൻ്റെ മുഖം അങ്ങനെ ഇരിക്കണുണ്ടോ, അത് വേറെ ഒന്നുമല്ല, ചെറിയൊരു വാക്തർക്കം ഉണ്ടായിട്ടോ അവിടെ വെച്ചിട്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കേശുട്ടൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. അതിന് ചെറിയ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ആശാൻ പോസ് ചെയ്യണത്. അപ്പം ഇതാണ് നമ്മൾ കേശുട്ടിന് വേണ്ടി ഓണത്തിന് എടുത്ത ഡ്രസ്സ്. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. ഇത് കിഡ്സ് സെക്ഷനാണ്. ഇപ്പോൾ കുഞ്ഞു വാവകളുടെ ഡ്രസ്സ്, ന്യൂ ബോൺ തൊട്ടിട്ട് 12 months വരെയുള്ള കുട്ടികളുടെ സെക്ഷനാണ് കേട്ടോ. അപ്പം നല്ല രസമുണ്ട്. അവിടെ കോട്ടൺ ഡ്രസ്സസ് കുറേ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്.
അത് കഴിഞ്ഞ് ഫൈനലി നമ്മളെത്തിയത് ചുരിദാറിൻ്റെ സെക്ഷനാട്ടോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കുറേ ഉണ്ട്, ഒരുപാട് വെറൈറ്റി ചുരിദാർസ് ഉണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഇതുവരെ പോയാൽ ഏറ്റവും വലിയ കളക്ഷനാണെന്ന് എനിക്ക് തോന്നി കണ്ടിട്ട്. ഓഫേഴ്സും ഉണ്ട്, നല്ല ഓഫറുണ്ട്. ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട്, അതുപോലെ തന്നെ 40% ഓഫ്, അങ്ങനെ കുറേ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്. അത് ആടി സെയിലിൻ്റെ ഭാഗമായിട്ടുള്ള ഓഫേഴ്സ് ആണെന്നാണ് അവർ പറഞ്ഞത്. എനിവേയ്സ്, നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. അവർ ഓഫേഴ്സ് എക്സ്പയർ ആവുന്നതിന് മുമ്പ് പോയി നോക്കിക്കോളൂ കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് ചുരിദാർ എടുത്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം കോട്ടൺ ടൈപ്പാണ് കൂടുതലും ഉള്ളത്. ഞാൻ അതാണ് നോക്കിയത് കൊണ്ട് അങ്ങനെ തോന്നിയാണെന്നറിയില്ല, കോട്ടൺ ടൈപ്പ് ആയിരുന്നു കൂടുതലും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. കണ്ടതും അത് തന്നെയാണ്. ബൈ വൺ ഗെറ്റ് വൺ ഓഫേഴ്സ് 1300 തൊട്ട് 1700 വരെയുള്ള മെറ്റീരിയൽ റേഞ്ചിലുള്ളതിൽ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വിലയിലുള്ള സെയിം തന്നെ നമുക്ക് ഒരെണ്ണം കൂടെ എടുക്കാം, അങ്ങനെയായിരുന്നു. ഇതൊക്കെ 600 റേഞ്ചിലുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ നോക്കുന്നത് 600, 700, 800 ആ റേഞ്ചിലുള്ളതാണ് ഇതൊക്കെ. ഈ മെറ്റീരിയൽസ് ഒക്കെ കോട്ടൺ ആണ്, ചിലത് മിക്സും ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ബൈ വൺ ഗെറ്റ് വൺ ഓഫറുള്ള സെക്ഷൻ. 1150 ഉണ്ട്, 925 ഉണ്ട്, 1400, 1600, 1700 അങ്ങനെ പല റേറ്റിലുള്ളതുണ്ട്. അപ്പോൾ 1600ഉം 1700ഉം അടിപൊളിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പ്യുവർ കോട്ടൺ ആണെന്ന് പറയാം. ചിലത് കോട്ടൺ നെറ്റ് ഉണ്ട്, പിന്നെ ലിനൻ ടൈപ്പ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അതിൽ നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ ആണ്. സെയിം റേറ്റിലുള്ള തന്നെ ഒരെണ്ണം കൂടി നമുക്ക് എടുക്കാം. ഞാൻ ഇവിടുത്തെ ഒരു ഫ്ലോറൽ ടൈപ്പാണ്, അതായത് ഈ കാറ്റഗറിയിലെ ഒരു ഫ്ലോറൽ ടൈപ്പാണ് ഞാൻ എടുത്തത്, ബൈ വൺ ഗെറ്റ് വൺ ആയിട്ട് എടുത്തത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയത് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ നേരെ എത്തി. ഒരു 4:30 ആയിട്ടോ. നമ്മൾ തറവാട് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ അവിടെയാണ് വന്നത്. പക്ഷേ ഏകദേശം എല്ലാം തീരാറായെന്നല്ല, തീർന്നിരുന്നു ഓൾമോസ്റ്റ്. പിന്നെ അവസാനം നമുക്കൊരു കാളാഞ്ചി ഫ്രൈ ആണ് കിട്ടിയത്, ബാക്കി എല്ലാം തീർന്നിട്ടുണ്ട്. അതിന് ഊണാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ അത് തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. നല്ല വിശപ്പ് എന്ന് പറഞ്ഞാൽ നല്ല വിശപ്പ്. നമ്മൾ മോർണിംഗ് ഒരു 11 o'clock എന്തോ പോയതാണ്. 4:30 ആയിട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. എല്ലാ ഫ്ലോറും തിരിഞ്ഞ് ഇറങ്ങി. എന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു, ബില്ലിംഗ് സെക്ഷനിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വയറിറച്ച് വിശപ്പുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു നന്നായിട്ട് ഭക്ഷണം കഴിച്ച് അവസാനം അവിടെ നമ്മൾ ഇറങ്ങി. സോറിയേ, ഇതവിടെ നിരത്തി വെച്ചിട്ടുള്ള അത്തറുപ്പികളാട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾ തറവാട് റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കണം. നമ്മുടെ ഊണാണ് അവിടെ. പിന്നെ എക്സ്ട്രാ എന്താ പറയുക, സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും, ചെമ്മീൻ, ഞണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പം നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ വൺ ടൈം ഒന്ന് പോയി നോക്കുക, നല്ലതാണ്, ടേസ്റ്റിയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.